निकलो ना बेनकाब, जमाना खराब है। निकलो ना बेनकाब, जमाना खराब है. മുംതാസ് റാഷിദിന്റെ ഈ വരികൾ ആസ്വദിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. ഈ മനോഹരമായിട്ടുള്ള വരികൾ നമ്മൾ ആസ്വദിച്ചത് പങ്കജ് ഉദാസിന്റെ സ്വരമാധുരിയിലൂടെയാണ്. ആ മനോഹരമായിട്ടുള്ള ശബ്ദ സൗകുമാര്യത്തിന്റെ ഉടമ ഗാനാലാപനത്തിന് വിരാമമിട്ടുകൊണ്ട് ഈ ലോകത്തോട് യാത്രയായിരിക്കുന്നു. പട്ടുപോലെ മൃദുലമായതും ശ്രുതിമധുരമായ ശബ്ദത്തിന്റെ ഉടമയും അനായാസമെന്ന് തോന്നിപ്പിക്കുന്ന വേറിട്ട ആലാപന ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള പങ്കജ് ഉദാസ് അനന്യസാധാരണമായിട്ടുള്ള സിദ്ധിയുള്ള ഒരു ഗായകനായിരുന്നു. ഗസൽ ആസ്വാദകരുടെ ഹൃദയത്തെ തലോടിക്കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഗസലുകൾ ആലപിച്ചിരുന്നത്. ലളിത മധുര സുന്ദര ഗാനത്തിലൂടെ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച വിഖ്യാത ഗസൽ ഗായകൻ, ഇന്ത്യൻ ഗസൽ സംഗീതത്തിന്റെ സുൽത്താൻ പങ്കജ് ഉദാസിനെ 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. പ്രണയത്തിനും ലഹരിക്കും വിഷാദത്തിനുമൊക്കെ ഒരു ശബ്ദമുണ്ടെങ്കിൽ അത് പങ്കജ് ഉദാസ് ആയിരിക്കുമെന്ന് ഒരു വേള ഏതൊരു പാട്ടാസ്വാദകനും കരുതിപ്പോകും. ഗസലിന്റെ സാമ്പ്രദായിക ശൈലിയിലെ ലാളിത്യത്തിനാണ് പങ്കജ് ഉദാസ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗസൽ കേൾക്കുമ്പോൾ നമുക്കും ഇത് പാടാമല്ലോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ മെഹദി ഹസനും ഗുലാം അലിയും ജഗജീത് സിംഗും വിരാജിച്ച ഗസലിന്റെ ലോകത്ത് അദ്ദേഹം തന്റെ ലാളിത്യം കൊണ്ട് ഇരുപ്പുറപ്പിച്ചു. 1980 ആഹത്ത് എന്ന ആൽബത്തോടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് മുഖറർ, തറന്നം, മഹ്ഫിൽ തുടങ്ങിയിട്ടുള്ള ആൽബങ്ങളും പുറത്തിറക്കുകയുണ്ടായി. സംഗീത സംവിധായക ജോഡികളായിട്ടുള്ള ലക്ഷ്മികാന്ത്, പ്യാരിലാൽ എന്നിവർ ചേർന്ന് മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത നാം എന്ന സിനിമയിൽ ചിട്ടി ആയി ഹെ എന്ന പാട്ട് എഴുതുമ്പോൾ കരുതിയതല്ല അത് ഇത്രമേൽ ആളുകളെ കരയിപ്പിക്കുമെന്ന്, അതൊരു അനശ്വര ഗാനമായി തലമുറകൾ കൈമാറുമെന്ന് പങ്കജ് ഉദാസ് പാടി. ലോകം അത് ഏറ്റുപാടുകയും ചെയ്തു. സിനിമയിൽ അതേ പാട്ടുപാടി അഭിനയിച്ചു. ഒരു ഗസൽ ഗാനത്തിന് സിനിമയിൽ വേദി ഒരുക്കിയപ്പോൾ പങ്കജ് ഉദാസ് ഭാഷാഭേദങ്ങളില്ലാതെ പാട്ടാസ്വാദകരുടെ മനസ്സിൽ ചമ്രം പടിഞ്ഞിരുന്നു. കത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ മനം കവർന്നെടുത്ത ആലാപനത്തിന്റെ മനോഹാരിത കൊണ്ട് എത്രയെത്ര ആസ്വാദകരെയാണ് ഈ ഒരു ഗാനത്തിലൂടെ ഗസലിന്റെ തീരത്തേക്ക് പങ്കജ് ഉദാസ് എത്തിച്ചത്. ഇന്ത്യയുടെ ബഹുസ്വര സംസ്കൃതിയുടെ വിസ്മയകരമായ സ്വരവിന്യാസമായിരുന്നു പങ്കജ് ഉദാസ്. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ ആഴവും പരപ്പും ശക്തി സൗന്ദര്യങ്ങളും തിരിച്ചറിഞ്ഞ ഇദ്ദേഹത്തെ പോലുള്ള മഹാപ്രതിഭയുടെ വേർപാട് പാതി മുറിഞ്ഞൊരു വിഷാദ ഗാനം പോലെ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.